അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മേഖലയിൽ കുടിവെള്ളം എത്തുന്നത് 4 ദിവസത്തിലൊരിക്കൽ. ചുനങ്ങാട്, മലപ്പുറം, പുലാപ്പറ്റശ്ശേരി, മുരുക്കുംപറ്റ, പ്ലാത്തറ, പുളിഞ്ചോട്, വാണിവിലാസിനി, വാര്യത്തുകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കാണ് വെള്ളമെത്തുന്നതിൽ കാലതാമസം നേരിടുന്നത്. ഇത് കാരണം നൂറുകണക്കിന് കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന സ്ഥിതിയാണ്. വിതരണം ചെയ്യുന്ന വെള്ളം തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്താത്ത പ്രശ്നവുമുണ്ട്. ചിലപ്പോൾ രാത്രിയിലേക്കാണ് വെള്ളം എത്തുക. അതുകൊണ്ട് പൈപ്പ് തുറന്നിട്ട് കാത്തിരുന്ന് വെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണ് കുടുംബങ്ങൾ. ചുനങ്ങാട്, മലപ്പുറം, പുലാപ്പറ്റശ്ശേരി ഭാഗങ്ങളിലേക്ക് കടമ്പൂർ പനയൂർക്കാവിന് സമീപത്തെ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം വിതരണം എന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത്. സംഭരണിയിൽ വെള്ളം നിറഞ്ഞാലും 3 ദിവസം കഴിഞ്ഞ് മാത്രമേ പുലാപ്പറ്റശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുമ്പോഴേക്കും വിതരണം മറ്റൊരു പ്രദേശത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ടാകും. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ കൂടിയാകുമ്പോൾ പിന്നെ വെള്ളം എത്തുകയുമില്ല. മുരുക്കുംപറ്റ, പ്ലാത്തറ, പുളിഞ്ചോട്, വാണിവിലാസിനി, വാര്യത്തുകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കല്ലടി പച്ചിലക്കുണ്ട് ഭാഗത്ത് ജലസംഭരണിയിൽ നിന്നാണ് വിതരണം. ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ പ്രദേശങ്ങളിലേക്കാണ് വിതരണം നടക്കുന്നത്. 2 സംഭരണിയിലേക്കും വെള്ളം എത്തുന്നത് ഒരേ വിതരണ ലൈനിലൂടെയാണ്. ഇതും കാലതാമസത്തിന് കാരണമാകുന്നുണ്ട്. ജൽജീവൻ പദ്ധതിയിൽ കുടിവെള്ള കണക്ഷനിലുണ്ടായ വർധനവാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ പ്രദേശങ്ങളിലേക്ക് 2 ദിവസം അടുപ്പിച്ച് വെള്ളം വിതരണം ചെയ്യും എന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത്.